അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മൂന്നാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജിവിദിന്റെ വർക്ക് ബുക്കിന്റെയും 14ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ ഇഖ്ഫാ ഒന്നാം ഭാഗം. ഇഖ്ഫാഇന്റെ ഫസ്റ്റ് പാർട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ നന്നായി ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം നമുക്കും നമ്മുടെ ഖുർആൻ പാരായണം നന്നാക്കാൻ, ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഖ്ഫാ എന്നുള്ളത്. എന്താണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുൻ, ഇഖ്ലാബ് എന്നിവയുടെ അക്ഷരങ്ങൾ കഴിച്ച് ബാക്കി 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ മറച്ചു മണിക്കണം. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. നബഅ സൂറത്തിലെ ആയത്താണ്. ഇവിടെ 2 സ്ഥലത്താണ് ഇഖ്ഫാ ഉള്ളത്. വഅൻസൽനാ, അൻസ സാക്കിനു ശേഷം സായി വന്നു. മാഅൻ സജ്ജാജ തൻവീന് ശേഷം സാ വന്നു. لِيَأْكُلُوا مِنْ ثَمَرِهِ وَمَا عَمِلَتْهُ أَيْدِيهِمْ أَفَلَا يَشْكُرُونَ. യാസീനിലായത്താണ്. ഇവിടെ മിൻ സമരിഹി സാക്കിനൂന് ശേഷം സാ വന്നപ്പോൾ ഇഖ്ഫാ ചെയ്തു, മറച്ചു മണിച്ചു. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുളമൂൻ. അൻആം സൂറത്തുൽ ആയത്താണ്. ഇവിടെ 2 സ്ഥലത്തുണ്ട്. ഒന്ന് മൻ ജാഅ സാക്കിനു ശേഷം ജീം വന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ വമൻ ജാഅ സാക്കിനു ശേഷം ജീം വന്നു. വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദലാ. ഷൈഇൻ ജദലാ തൻവീന് ശേഷം ജീം വന്നു. അൽ കഹ്ഫ് സൂറത്തുൽ ആയത്താണ്. വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ ഐമനി വഖറബ്നാഹു നജിയാ. മിൻ ജാനിബ് സാക്കിനു ശേഷം ജീം വന്നു. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. ഇവിടെ 2 സ്ഥലത്താണ്. ജന്നാത്തുൻ തൻവീന് ശേഷം താ വന്നു. മിൻ തഹ്തിഹാ സാക്കിനു ശേഷം താ വന്നു. ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. അവ മറച്ചു മണിക്കണം. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഇഖ്ലാബ് എന്നിവയുടെ അക്ഷരങ്ങൾ നാം പഠിച്ചു. ഇവയല്ലാത്ത 15 ഹർഫുകളിലൊന്ന് സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വന്നാൽ നൂനിനെയും തൻവീനിനെയും ഇഖ്ഫാ അഥവാ മറച്ചു മണിക്കൽ ചെയ്യണം. മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം താ, സാ, ജീം എന്നീ അക്ഷരങ്ങൾ വന്നതുകൊണ്ടാണ് ഇവയെ ഇഖ്ഫാ ചെയ്തത്. ദഫ്തർ ത്വാലിബ് അഥവാ വർക്ക് ബുക്ക് നോക്ക് തെരീബാത്തുകൾ ചെയ്യുക. ഖിറാഅത്ത്. 1. നഖറ സൂറത്തുൽ മുസമ്മിൽ വനക്തശ്ഫ് മിൻഹാ മസ്ലത്തൻ ലിൽ ഇഖ്ഫാ. മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്തതിലെ ഇഖ്ഫാന്റെ സ്ഥലങ്ങൾ കണ്ടെത്താം. ഇനി നമുക്കിതിന്റെ വർക്ക് വായിക്കാം. 1. നുൻഷിദു പാട്ട് പാടാം. ഇഖ്ഫാ എന്തെന്നറിയണം, ഇവിടെ മറച്ചു മണിക്കണം. നൂനും തൻവീനിൻ പിറകെ 15 അക്ഷരമതെന്നോർക്കണം. ഇതിൽ പറയുന്നത് ഇഖ്ഫാ എന്നാൽ എന്ത് എന്നുള്ളതാണ്. മറച്ചു മണിക്കലാണ്. എപ്പോഴാണ് ഇഖ്ഫാ ചെയ്യുക? നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം 15 അക്ഷരങ്ങളൊന്ന് വന്നാൽ. ഇത് 2ാമത്തെ വർക്ക്. നക്തഷ് മിനൽ ആയാത്തിൽ ആത്തിയത്തി മവാലിൽ ഇഖ്ഫാ. താഴെ പറയുന്ന ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ഇത് ഇഖ്ഫാഇന്റെ സ്ഥലങ്ങൾ കണ്ടെത്താം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഇവിടെ അൻത സാക്കിന് ശേഷം താ വന്നു.
വകുന്തും അസ്വാദൻ സലാസ. ഇവിടെ രണ്ട് സ്ഥലത്താണ് ഇഖ്ഫാ ഉള്ളത്. ഒന്നാമതായി വകുന്തും സാക്കിന അനുശേഷം താ വന്നു. രണ്ടാമത്തെ അസ്വാദൻ സലാസ തൻവീന് ശേഷം സാ വന്നു. فألقاها فإذا هي حية تسعى. حية തൻവീന് ശേഷം താ വന്നു. ഇഖ്ഫാണ് ചെയ്യേണ്ടത്. فأما من ثقلت موازينه. من സാക്കിനു ശേഷം സാ വന്നു. فجعلناه هباء منثورا. منثورا സാക്കിന നൂന് ശേഷം സാ വന്നു. وأنزلنا من المعصرات ماء ثجاجا. രണ്ട് സ്ഥലത്ത്. ഒന്നാമതായി അൻസൽന സാക്കിന നൂന് ശേഷം സാ വന്നു. മാഅൻ തൻവീന് ശേഷം സാ വന്നു. وأما من جاءك يسعى. من جاء സാക്കിന നൂന് ശേഷം ജീം വന്നു. فيها عين جارية. عين جاء തൻവീന് ശേഷം ജീം വന്നു. من جاء بالحسنة فله عشر أمثالها. ഇവിടെ من جاء സാക്കിനു ശേഷം ജീം വന്നു. ഇവിടെ ഇഖ്ഫാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വർക്ക് നുജീബുത്തരം എഴുതാം. ചോദ്യം 1. ഈ പാഠത്തിൽ ഇഖ്ഫായിന്റെ ഏതെല്ലാം അക്ഷരങ്ങളാണ് ഉദാഹരണം കൊടുത്തിട്ടുള്ളത്? താ, സാ, ജീം. ചോദ്യം 2. ഇഖ്ഫ എന്നാൽ എന്ത്? ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്. അല്ലാത്ത 15 ഹർഫുകളിൽ ഒന്ന് സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വന്നാൽ. ചോദ്യം 3. ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? സ്വാദ്, ദാല്, സാ, കാഫ്, ജീം, ഷീന്, ഖാഫ്, സീന്, ദാല്, ത്വാ, സായ്, ഫാ, താ, സ്വാദ്, ലാ. നാലാമത്തെ ചോദ്യം ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ തെരഞ്ഞെടുക്കാം. മിൻ ദിക്റാഹ. അവിടെ ഏതാണ് ഇഖ്ഫാന്റെ അക്ഷരം? ദാല്. ഫമൻ കാന മിൻകും മരീള. ഇവിടെ കാഫ്. നഉതിൽ മുൽക മൻ തശാ. ഇവിടെ താ. നാലാമത്തെ വർക്ക് തഖ്സീസ് 1. നഖർ സൂറത്തുൽ മുസമ്മിൽ വനക്തശിഫു മിൻഹാ മസാലിൽ ഇഖ്ഫാ. ഇഖ്ഫാ മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്തിട്ടതിൽ ഇഖ്ഫായിന്റെ ഉദാഹരണങ്ങൾ ഇവിടെ താഴെ എഴുതുക. അന്നൂന് സാക്കിന. സാക്കിനൂന് 3 ഉദാഹരണം. അതുപോലെ തന്നെ തൻവീൻ 3 ഉദാഹരണങ്ങൾ എഴുതാം. അവ്യൻഖുസ്, അൻകാല, മുൻഫത്തിറുൻ, ഖൗലൻ സഖീല, സബ്ഹൻ ത്വീല, ഹജ്റൻ ജമീല. അല്ലാഹു തആല ഇഖ്ഫാഇന്റെ നിയമങ്ങളും മറ്റു നിയമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പാരായണം ചെയ്യുന്ന തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.